ഗ്രാമീണ ഭംഗിയിൽ ഐശ്വര്യം തുളുമ്പി നിൽക്കുന്ന ശ്രീകോവിൽ പോലൊരു വീട്. കാഴ്ചയിൽ ആരെയും ആകർഷിക്കുന്ന ഈ വീട് നിർമ്മിച്ചിരിക്കുന്നത് വെറും 7 ലക്ഷം രൂപയ്ക്കാണ്. കോട്ടയം ജില്ലയിലെ എഴുമാന്തുരുത്ത് എന്ന സ്ഥലത്താണ് ഈ വീട് സ്ഥിതി ചെയ്യുന്നത്. ശ്രീനിവാസൻ്റെയും ജഗദമ്മയുടെയും ഏറെക്കാലത്തെ ഒരു സ്വപ്നമാണ് ഐശ്വര്യമുള്ള ഒരു ഭവനമായി ഇങ്ങനെ മിഴിവോടെ നിൽക്കുന്നത്. റൈറ്റ് ആംഗിൾ ബിൽഡേഴ്സ് എന്ന കമ്പനി നിർമ്മിച്ചിരിക്കുന്ന ഒരു ലോ ബഡ്ജറ്റ് ഭവനമാണിത്. ശ്രീ മധുവാണ് ഇത്തരമൊരു ഗംഭീരമായ ബഡ്ജറ്റ് ഫ്രണ്ട്ലി വീട് ഇവർക്ക് നിർമ്മിച്ചു നൽകിയത്. ഒരു കുഞ്ഞു കുടുംബത്തിന് സന്തോഷത്തോടെ ജീവിക്കാൻ അനുയോജ്യമായ ഭവനമാണിത്. ഇന്റർലോക്ക് ബ്രിക്കുകൾ ഉപയോഗിച്ചാണ് ഈ വീട് നിർമ്മിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ സിമെന്റിന്റെയും മണലിന്റെയും ഉപയോഗം പരമാവധി കുറച്ചുകൊണ്ട് സുന്ദരവും ഉറപ്പുള്ളതുമായ ഒരു വീട് നിർമ്മിച്ചെടുക്കാൻ ഇവർക്ക് സാധിച്ചു. ഇത് പറഞ്ഞിരിക്കും ഇൻ്റർലോക്ക് കട്ടെന്ന് പറഞ്ഞാൽ സിമെൻറ്റ് സ്റ്റിക്ക്. അപ്പോൾ അത് ചെയ്യുമ്പോൾ സിമെൻറ്റ് വേണ്ട, മെറ്റൽ വേണ്ട, മറ്റൊരു കാര്യം അത് പണിയുമ്പോൾ ആവശ്യമില്ല. പിന്നെ ചെറിയ ജിൻറ്റിൽ വാർക്കണം മാത്രമേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിനകത്തൊരു 10-30% നമുക്ക് ലാഭിക്കാം. സിമെൻറ്റ് വേണ്ടല്ലോ. 6 തൂണുകളോട് കൂടിയ മനോഹരമായ ഒരു പൂമുഖമാണ് ഈ വീടിനുള്ളത്. അവിടെ നിന്നും നമ്മൾ നേരെ കടന്നു ചെല്ലുന്നത് വിശാലമായ ഈ ഹാളിലേക്കാണ്. ടൈലാണ് ഫ്ലോറിൽ പാകിയിരിക്കുന്നത്. 4x2 വെർട്ടിഫൈഡ് ടൈലുകളാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. ഹാൾ വിശാലമായത് വേണമെന്ന് ശ്രീനിവാസൻ ചേട്ടൻ്റെ ആവശ്യങ്ങളിൽ ഒന്നായിരുന്നു. വേണമെങ്കിൽ ഈ ബഡ്ജറ്റിൽ 2 ബെഡ്റൂം നിർമ്മിക്കാമായിരുന്നു. എന്നാൽ ഇവർക്ക് 1 ബെഡ്റൂം മതിയെന്നതുകൊണ്ടാണ് ഇത്തരത്തിൽ നിർമ്മിച്ചത്. വീടിനുൾവശം ഭിത്തി പുട്ടിയിട്ട് ഫിനിഷ് ചെയ്തിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ഇന്റർലോക്ക് കട്ടകളാണ് ഉപയോഗിച്ചിരിക്കുന്നത് എന്ന് അറിയാൻ സാധിക്കുകയില്ല. ഹാളിൽ LED ബൾബുകൾ നൽകിയിട്ടുണ്ട്. ഹാളിന് സമീപത്തായി ഒരു വാഷ് ഏരിയയും ക്രമീകരിച്ചിരിക്കുന്നു. അതിനോട് ചേർന്ന് ഒരു ബാത്റൂമും സെറ്റ് ചെയ്തിരിക്കുന്നു. ഇതാണ് ഈ വീടിൻ്റെ ബെഡ്റൂം. ബെഡ്റൂമിൽ 2 ജനലുകളാണ് നൽകിയിരിക്കുന്നത്. അത്യാവശ്യം വലിപ്പമുള്ള ഒരു ബെഡ്റൂമാണ് വീടിൻ്റേത്. ഇതാണ് ഈ വീടിൻ്റെ മനോഹരമായ കുഞ്ഞടുക്കള. ഒരു ചെറിയ ഫാമിലിക്ക് വേണ്ട എല്ലാ സൗകര്യങ്ങളുമുള്ള ഒരു കിച്ചണാണിത്. കിച്ചണിൻ്റെ വാൾ ടൈൽ ചെയ്തിരിക്കുന്നു. അടുക്കളയിൽ ചെറിയൊരു അലമാരി ഭിത്തിയോട് ചേർന്ന് നിർമ്മിച്ചിട്ടുണ്ട്. അടുക്കളയിൽ ഒരു ജനൽ നൽകിയിട്ടുണ്ട്. അടുക്കളയോട് ചേർന്ന് ചെറിയൊരു വർക്ക് ഏരിയയും ക്രമീകരിച്ചിരിക്കുന്നു. പുകയില്ലാത്ത അടുപ്പാണ് ഇവിടെ ക്രമീകരിച്ചിട്ടുള്ളത്. ക്ലയൻസിൻ്റെ ആവശ്യമറിഞ്ഞ് എല്ലാ സൗകര്യങ്ങളോടും കൂടിയുള്ള മനോഹരമായൊരു വീട് നിർമ്മിച്ചു നൽകുവാൻ ബിൽഡർ മധുവിന് സാധിച്ചിട്ടുണ്ട്. വെറും 7 ലക്ഷം രൂപയ്ക്ക് നിർമ്മിച്ച വീടാണ്. കടബാധ്യതയോ ലോണോ ഒന്നും തന്നെ ഇല്ലാതെ കയ്യിലുള്ള പൈസയ്ക്ക് അനുയോജ്യമായൊരു വീട് നിർമ്മിച്ച് അതിൽ സന്തോഷമായി കിടന്നുറങ്ങുവാൻ സാധിക്കുന്നു എന്നതാണ് ശ്രീനിവാസൻ ചേട്ടൻ്റെയും ജഗദമ്മ ചേച്ചിയുടെയും ഏറ്റവും വലിയ സന്തോഷവും ആശ്വാസവും. നമ്മുടെ കയ്യിലുള്ള പണത്തിൽ അതിനൊരുങ്ങുന്ന വീട്, എന്നാൽ അതിനകത്ത് എല്ലാ സൗകര്യങ്ങളും ഉൾപ്പെടെ ചെയ്യുമ്പോൾ അതിൽ ഉറങ്ങുമ്പോൾ ഉള്ള സുഖമുണ്ട്. മറ്റ് ബാധ്യത ഓർത്ത് മനസ്സിനെ വേദനിപ്പിക്കേണ്ട കാര്യമില്ല. ഞങ്ങൾക്ക് അങ്ങനത്തൊരു ബുദ്ധിമുട്ടുമില്ല. കാരണം ഇതിനകത്ത് വളരെ സുഖമായിട്ട് കിടക്കാം. ആ ഉള്ള ബഡ്ജറ്റിൽ ഇതും കൂടെ പണി തീർത്ത് തന്നതിലാണ് എനിക്ക് അവരുടെ ഒരു കൃതാർത്ഥത. അവരെല്ലാ പണിക്കുറ്റവും തീർത്ത് ഞാൻ പറഞ്ഞ പോലെ തന്നെ എന്നെ ആവശ്യമില്ലാത്ത രീതിയിലുള്ള ഒരു ചിലവും നൽകാതെ ആ പൈസയെ കൊണ്ട് ഒതുക്കി മുഴുവൻ കംപ്ലീറ്റ് ചെയ്ത് ഞങ്ങൾ ആഗ്രഹിച്ച പോലെ തന്നെ ഇത് പണി പൂർത്തീകരിച്ചിട്ടുണ്ട്. അതുകൊണ്ട് വളരെ സമാധാനമുണ്ട്. ഇവിടെ ഇറങ്ങാനും കിടക്കാനും വളരെ സൗകര്യമുണ്ട്. വളരെ സന്തുഷ്ടരാണ്, വളരെ ഹാപ്പിയാണ്. ഈ സ്നേഹമുള്ള ദമ്പതികളുടെ മനസ്സ് നിറഞ്ഞുള്ള ചിരിയാണ് എല്ലാത്തിനുമുള്ള ഉത്തരമെന്ന് തോന്നിപ്പോകും. ഒരു വീട് ഹൃദ്യവും സുന്ദരവുമാകുന്നത് വീടിൻ്റെ ആഡംബരമോ വലിപ്പമോ കൊണ്ടല്ല. കുറഞ്ഞ ചെലവിൽ ഒരു വീട് നിർമ്മിച്ച് ആ വീട്ടിലുള്ളവർക്ക് ഏറെ സംതൃപ്തിയോടെയും സന്തോഷത്തോടെയും സമാധാനത്തോടെയും അവിടെ ജീവിക്കാൻ സാധിക്കുമ്പോഴാണ്. ഈ ബഡ്ജറ്റ് വീടും അതിൻ്റെ കാഴ്ചകളും നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് പ്രതീക്ഷിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.